അനുതാപത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കൂ. നിങ്ങളുടെ അനുതാപം ഏത് തരത്തിലാണ്? നിങ്ങളുടെ അനുതാപങ്ങളിൽ ക്രിസ്തു ഉണ്ടോ, അതോ ക്രിസ്തു ഇല്ലാത്ത അനുതാപമാണോ നിങ്ങൾ നടത്തുക? പലരുടെയും ഉള്ളിൽ അവർ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കടന്നു വരുന്ന ചിന്തയുണ്ട്, അയ്യോ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാനൊരു ചീത്ത മനുഷ്യനാണ്, ഞാൻ ഒരിക്കലും നല്ലവനല്ല, ഞാൻ ഒരിക്കലും നന്നാവില്ല. ഇങ്ങനെയുള്ള സ്വയം കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ള ഒത്തിരി ജീവിതങ്ങളെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള വ്യക്തികളെയൊക്കെ കാണാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവരിൽ നിന്ന് കേൾക്കുന്ന നിരാശയുടെ ഒരു വാക്കുണ്ട്, കുറ്റബോധത്തിൻ്റെ ഒരു വാക്കുണ്ട്. അവരിങ്ങനെ പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്. ക്യാൻസർ രോഗത്തിൻ്റെ മൂർധന്യതയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ വാക്കുകൾ ഇതാ, ഈ കുറ്റബോധത്തിൻ്റെ വാക്കാ. ഞാനൊന്നും ഒരിക്കലും നന്നാവില്ല, എനിക്കിങ്ങനെ വേണം, ഞാൻ ഇതൊക്കെ സ്വീകരിക്കേണ്ടവനാണ്, ഞാനൊക്കെ നാശത്തിൻ്റെ വക്കിലൂടെയാണ് നടന്നിരുന്നത്, അതുകൊണ്ട് എനിക്കിത് തന്നെ കിട്ടിയേ മതിയാവൂ. ഇങ്ങനെ സ്വയം നിരാശപ്പെടുത്തുന്ന, സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ. അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, യേശുവേ ഞാൻ തെറ്റ് ചെയ്തു പോയി, കർത്താവേ ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് അവൻ്റെ സന്നദ്ധയിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ചാൽ എത്രമാത്രം വിടുതൽ പ്രാപിക്കുവാൻ കഴിയും ഈ വ്യക്തിക്ക്? രോഗത്തിൽ നിന്ന് ഒരുപക്ഷെ സൗഖ്യം സ്വീകരിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ, നിത്യരക്ഷയുടെ അവകാശിയായി തീരുവാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിക്കുകയാണ് ക്രിസ്തുവിലൂടെയുള്ള അനുതാപത്തിലൂടെ. എന്നാൽ ക്രിസ്തുവിലൂടെ ഇല്ലാത്ത അനുതാപത്തിൻ്റെ അവസ്ഥയിൽ, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കുറ്റബോധം എന്ന് പറയും. ഈ കുറ്റബോധം എന്ന് പറയുന്ന അവസ്ഥയുടെ അന്ത്യം ദാരുണമാണ്. യൂദ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്, കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. യൂദ മരിക്കുവാൻ വേണ്ടിയിട്ട് കെട്ടിത്തൂങ്ങി, പക്ഷേ കെട്ടിത്തൂങ്ങിയ കയറ് പൊട്ടി, അവൻ നിലത്ത് ചാടി, അവൻ്റെ വയറ് പൊട്ടി, കുടല് പുറത്തിയാടി മരിച്ചു എന്നാണ് പറയുക യൂദായുടെ മരണത്തെക്കുറിച്ച്. ഇതാണ് കുറ്റബോധത്തിൻ്റെ അവസാനം. അതിദാരുണമായ ഒരു അന്ത്യമാണ് കുറ്റബോധത്തിലുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ കുറ്റബോധത്തിൻ്റെ അടിമകളാണെങ്കിൽ അതിനെ തിരുത്തുവാനുള്ള ഒരു സന്ദേശമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുക. നിങ്ങളുടെ അനുതാപങ്ങൾ ക്രിസ്തു ഉണ്ടാകട്ടെ. നിങ്ങൾ യേശുവിനോട് പറ, യേശുവേ ഞാൻ തെറ്റ് ചെയ്തു പോയി, യേശുവേ ഞാൻ തെറ്റ് ചെയ്തു പോയി. ഈ ഒരു മനോഭാവമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ നയിക്കേണ്ടതെന്നുള്ള സന്ദേശമാണ്. സൈക്കോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് കൗൺസിലിങ്ങിൻ്റെ ഒരു കോഴ്സിലൊക്കെ ഞാൻ ഒരിക്കൽ അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ഒരു പ്രത്യേക തിയറി ഉണ്ട്. ജൊഹാരി വിൻഡോ എന്നാണ് ആ തിയറിയെക്കുറിച്ച് പറയുക. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിനെക്കുറിച്ച്. ജൊഹാരി വിൻഡോ എന്ന് പറഞ്ഞാൽ ഈ ജൊഹാരി എന്ന പേരുള്ള ഒരു മനുഷ്യൻ എഴുതിയ ഒരു തിയറിയാണിത്. ഈ ജൊഹാരി വിൻഡോയ്ക്ക് 4 പാളികളുണ്ടത്രേ, 4 പാളി. ആ ജൊഹാരി വിൻഡോയുടെ ഒന്നാമത്തെ പാളി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിയല്ല, നീ ശരിയാണെന്നാണ് ചിന്തിക്കുക. ജൊഹാരി വിൻഡോയുടെ രണ്ടാമത്തെ പാളി ചിന്തിക്കുന്നത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാ, ഞാൻ ശരിയല്ല, നീ ശരിയല്ല എന്നാ. ജൊഹാരി വിൻഡോയുടെ മൂന്നാമത്തെ പാളി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാ, ഞാൻ ശരിയാണ്, നീ ഒന്നും ശരിയല്ല. ജൊഹാരി വിൻഡോയുടെ 4ാമത്തെ പാളി ചിന്തിക്കുന്നത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നാണ്, ഞാനും ശരിയാണ്, നീയും ശരിയാണ്. ഇതിൽ ആദ്യത്തെ 2 വിഭാഗം ഞാൻ ഈ പറഞ്ഞ യൂദായുടെ അനുതാപത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ കുറ്റബോധത്തിൻ്റെ അടിമകൾ. അതുകൊണ്ടാണ് ഞാൻ ശരിയല്ല, നീ ശരിയാണ്. ചില ആളുകൾ എപ്പോഴും പറയില്ലേ, ഓ ഞാനൊന്നും ഒരിക്കലും നന്നാവില്ല, ഞാനൊന്നും ഒരിക്കലും ശരിയാവില്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാ, ഞാൻ കൊള്ളില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പഠനമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് കഴിവില്ല, ഞാനങ്ങനെയാണ്, ഞാൻ ഒത്തിരി പഠിച്ചിട്ടോ, നിങ്ങളൊക്കെ വലിയ ആളല്ലേ. ചില കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുടെ തന്നെ അടിസ്ഥാനം ചികഞ്ഞെടുക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇങ്ങനെയുള്ള വാക്കുകളാണ്. ഭാര്യ പറയണു, നിങ്ങൾ വലിയ ആളല്ലേ, നിങ്ങൾ അത്രയൊക്കെ പഠിച്ച ആളല്ലേ. ചില കുടുംബങ്ങളിലുള്ള ഒരു കോംപ്ലക്സിൻ്റെ ഒരു തലമുണ്ട്. ഭർത്താവിനേക്കാൾ ഒരുപക്ഷെ വിദ്യാഭ്യാസം കൂടുതൽ ഭാര്യയ്ക്കുണ്ടായിരിക്കും. അങ്ങനെ ഭർത്താവിനേക്കാൾ വിദ്യാഭ്യാസവും പ്രൊഫഷനിൽ കൂടുതൽ സ്വാധീനവും സ്ഥാനവും ഉള്ള ഒരു വ്യക്തിയാണ് ഭാര്യയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഭർത്താവിൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു തലമാണ് ഈ ഒരു കുറ്റബോധം എന്ന് പറയുന്നത്. അവിടെ ഭർത്താവ് എപ്പോഴും ഈ വാക്കുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും അത്രേ, ഓ നീയൊക്കെ വലിയ ആളല്ലേ, നീയൊക്കെ ഒത്തിരി പഠിച്ച ആളല്ലേ, നീയൊക്കെ വലിയ സ്ഥാനത്തിരിക്കുന്ന, നമ്മൾ സാധാരണക്കാരൻ കൃഷിക്കാരൻ്റെ അവൻ, നിൻ്റെ വീട്ടിലൊത്തിരി പണം ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ കുറ്റബോധം എന്ന് പറയുന്ന ഒരു ആന്തരിക മുറിവിൻ്റെ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു മനോഭാവത്തിലായിരിക്കരുത് എന്നുള്ളൊരു സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകുക. എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും, എനിക്ക് എന്തെല്ലാം ബലഹീനതകളുണ്ടെങ്കിലും എനിക്കും ചില കഴിവുകളുണ്ട്,
എനിക്കുള്ള കഴിവുകൾ മറ്റു വ്യക്തികൾക്ക് ഉണ്ടാവുകയില്ല ഒരു പക്ഷേ. അതാണ് കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ കയ്യെ ഒന്ന് വിടർത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ കയ്യിൽ ഒരുപാട് രേഖകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ രേഖകളെക്കുറിച്ച് നമ്മൾ കാണുന്നത്, പഠിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള രേഖ പോലെ ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിയുടെയും കയ്യിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ കയ്യിലുള്ള രേഖകൾ പോലെ ഈ ലോകത്തിൽ വേറെ ഒരു വ്യക്തിയുടെയും കയ്യിൽ രേഖ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താ? നിന്നെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടാണ്. നിന്നെ പ്രത്യേകമായിട്ട് ദൈവം സ്നേഹിക്കുന്നു, മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ പിന്നെ നീ സ്വയം കുറ്റപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യമെന്ത്? നിന്നെ തന്നെ കുറ്റപ്പെടുത്തി സ്വയം നശിച്ച് ഇല്ലാതെയാകേണ്ടതിൻ്റെ ആവശ്യമെന്ത്? ദൈവസന്നിധിയിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ള സന്ദേശമാണ് കർത്താവ് ഈ ഒരു വചനഭാഗത്തൂടെ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. സ്വയം കുറ്റപ്പെടുത്തണ്ട. ഞാനും നന്നാവില്ല, നീയും നന്നാവില്ല എന്നാണ് രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ വാദം. ഞാനും ശരിയല്ല, നീയും ശരിയല്ല, ലോകം മുഴുവൻ ശരിയല്ല. ഇതും കുറ്റബോധത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചില വാചകങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും മൂന്നാമത്തെ വിഭാഗം അഹങ്കാരത്തിൻ്റെ ഒരു തലമാണ്. ഞാനൊക്കെ ശരിയാണോ, നീ ഒന്നും ഒരിക്കലും ശരിയാവില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നല്ലതാണ്, നീ എന്ത് ചെയ്താലും ശരിയാവില്ല. ഇങ്ങനെയുള്ള ചിന്താഗതികൾ. നാലാമത്തെ വിഭാഗമാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു തലമെന്നാണ് പറയപ്പെടുക. ഐ എം ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാം ശരിയാണെന്നല്ല, മറിച്ച് എന്നിലെ പോസിറ്റീവ്സ് കണ്ടെത്തുവാൻ, മറ്റൊരു വ്യക്തിയിലെ പോസിറ്റീവ്സ് കണ്ടെത്തുവാൻ, അങ്ങനെ പരസ്പരം നല്ല വശങ്ങളെ കണ്ടെത്തി ജീവിക്കുവാനുള്ളൊരു സന്ദേശമാണ് അവിടെ കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുറ്റബോധം എന്ന് പറയുന്ന തലത്തിൽ നിന്ന് നമുക്ക് മാറാം. ഈ നാലാമത്തെ തലത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ, നമ്മുടെ തന്നെ നന്മ കണ്ടെത്താനും കഴിയണമെങ്കിൽ, മറ്റുള്ളവരുടെ നന്മ കണ്ടെത്താൻ നമുക്ക് കഴിയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിൻ്റെ തലം, ക്രിസ്തുവിലൂടെയുള്ള ഒരു വിശുദ്ധീകരണത്തിൻ്റെ തലം കടന്നു വരണമെന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിയിലെ പോസിറ്റീവായിട്ടുള്ള തലത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാകണം. വേറൊരു വ്യക്തിയെ സ്നേഹത്തോടു കൂടെ നമുക്ക് കാണുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകണം. ഈ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു തലമില്ല എങ്കിൽ വേറൊരു വ്യക്തിയെ സ്നേഹത്തോടു കൂടെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ചിലർ മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഉള്ളിൽ കുറ്റം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണിൽ കരടെടുത്ത് കളയാൻ നോക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടിലേക്ക് നോക്കിയാലത്തെ പ്രത്യേകത എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഒരു ഈർക്കിലി എടുത്തിട്ട് നിങ്ങളുടെ കണ്ണിൻ്റെ അകത്തൊന്ന് വെച്ചിട്ട് വേറൊരാളുടെ കണ്ണിലേക്കൊന്ന് നോക്കൂ. അയാളുടെ കണ്ണിൽ കോലിരിക്കുന്നതായിട്ട് തോന്നും. അയാളുടെ കണ്ണിൽ ഇനി കോലില്ല എങ്കിലും അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് തോന്നും. കാരണം മറ്റൊരാളുടെ കണ്ണിലെ കരടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് സത്യത്തിൽ നിങ്ങളുടെ കണ്ണിലെ കോലിനെയാണ്. ഇതാണ് എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ കുറ്റം മാത്രം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നത്. അതിൻ്റെ കാരണം സത്യത്തിൽ അവരുടെ കുറ്റമല്ല, മറിച്ച് എന്നിൽ ഒരുപാട് കുറ്റം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാണ്. എന്നിൽ ഒരുപാട് തിന്മയും തെറ്റും ഒളിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരുടെ തെറ്റിനെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ കുറ്റബോധത്തിൻ്റെ അടിമകളായിട്ടുള്ള വ്യക്തികളാണ് എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റിനെ കൂടുതൽ കാണുവാനായിട്ടുള്ള ഒരു ചിന്ത, ഒരു അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിൽ മനുഷ്യൻ വീണു. അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രീതിയിലുള്ള അനുതാപം പുലർത്തുന്ന ആളാണ്, ചിന്താഗതിയുള്ള ആളാണ് നിങ്ങളെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്വയം കുറ്റപ്പെടുത്തി ജീവിതം തന്നെ നാശത്തിലേക്ക് തള്ളിയിടുന്ന ഒരു തലമാണോ നിങ്ങൾക്കുള്ളത്? അതോ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വരുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഓർത്ത് അനുദപിക്കുന്ന ഒരു തലമാണോ നിങ്ങൾക്കുള്ളത്? തെറ്റ് സ്വാഭാവികമാണ്, തെറ്റ് മാനുഷികമാണ്. തെറ്റില്ലാത്ത ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല. എത്രമാത്രം വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെങ്കിലും അവരുടെ ജീവിതത്തിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അവരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയും. പക്ഷേ എന്തുകൊണ്ട് അവർ വിശുദ്ധരായി തീർന്നതെന്ന് ചോദിച്ചാൽ അവർ ചെയ്ത തെറ്റുകളെക്കാൾ കൂടുതലായി അവർ യേശുവിൻ്റെ മുൻപിൽ അവർ അനുദപിച്ചു എന്നുള്ളത്. അവരുടെ തെറ്റിനെ ഓർത്ത് യേശുവിൻ്റെ മുൻപിൽ അനുദപിച്ചപ്പോൾ വിശുദ്ധിയുടെ പടവുകൾ കടന്നു കയറാൻ കഴിഞ്ഞു. അവിടെയാണ് ഈ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച രക്ഷയുടെ തലം സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞു. യൂദ ഒരുപക്ഷെ പത്രോസിനെ പോലെ ചെയ്തിരുന്നുവെങ്കിൽ യൂദായ്ക്കും ഈ രക്ഷയുടെ ആ വലിയൊരു തലത്തിലേക്ക് വളരാൻ കഴിയുമായിരുന്നു എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. യേശുവേ ഞാൻ ഒറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുരിശിൻ ചോട്ടി വന്ന് കാലേ വീണൊന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ, ഒന്ന് മാറി നിന്ന് യേശുവേ എന്നൊന്ന് നോക്കി കരഞ്ഞിരുന്നുവെങ്കിൽ ആ നിമിഷം അവന് പർദീസയുടെ അവകാശിയാകുവാൻ കഴിയുമായിരുന്നു. പക്ഷേ സ്വയം കുറ്റപ്പെടുത്തി തൻ്റെ ജീവിതത്തിലെ നാശത്തിലേക്ക് നയിക്കുക യൂദാ ചെയ്തത്. ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറ്റപ്പെടുത്തി നിങ്ങളെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു തലം വളർന്നു വരല്ലേ എന്ന് മാത്രമാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവകാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. കുറ്റബോധത്തിൻ്റെ ആഴമേറിയ തലങ്ങളിൽ നിന്ന് പാപബോധത്തിൻ്റെയും അനുതാപത്തിലൂടെയും ക്രിസ്തുവുള്ള അനുതാപത്തിലൂടെ ക്രിസ്തുവിലേക്ക് വളരുവാൻ, ദൈവസ്നേഹത്തിലേക്ക് ഉയരുവാനുള്ള കൃപ അത് ഞങ്ങൾക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വചനത്തിലൂടെ കേൾപ്പിച്ചല്ലോ. കുറ്റബോധത്തിൻ്റെ അനുഭവമാണ് പലപ്പോഴും ഞങ്ങൾക്കുള്ളത്.
സ്വയം കുറ്റപ്പെടുത്തി, സ്വയം നശിച്ച്, സ്വയം ഇല്ലായ്മ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്വഭാവം, അതിൽ നിന്ന് നാഥ അവിടുത്തെ സന്നിധിയിൽ അനുദപിക്കുവാനുള്ള വലിയ കൃപയിലേക്ക് ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു കർത്താവേ. അനുതാപത്തിൻ്റെ ആഴങ്ങളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ നോക്കി അനുദപിച്ചുകൊണ്ട് നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ, മാതാവേ, സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും